ഫൺ പാക്ക് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ശരിക്കും ചിരിച്ച് മണ്ണപ്പം മാത്രമുള്ള കുറെ എപ്പിസോഡ്സ് ഉണ്ട്. ഇത് ക്ലാസിക്കൽ എന്താണ് നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിവിൻ പോളിയുടെ ആയ എക്സ്പ്രഷൻസും നിവിൻ അജു കോംബോ ശരിക്കും റോക്ക് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. സർവം മായ, ഇന്നത്തെ സംസാര വിഷയം സർവം മായയാണ്. അതെ, സർവം മായ. എവറിത്തിങ് ഈസ് എ ഡിലൂഷൻ. ഇപ്പം ഇവിടെ സമയം രാത്രി 2:30 വെളുപ്പിന് 2:30 വെളുപ്പിന് 2:30 പടം കഴിഞ്ഞ് വന്നിട്ട് ഈ റിവ്യൂ ഇടണമെങ്കിൽ ആ സിനിമ എത്രത്തോളം മനോഹരമായിരിക്കണമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അടിപൊളി നല്ല ഒരു ഫീൽ ഗുഡ് ഹൊറർ കോമഡി മൂവി. ആ പേരിനോട് 100% യോജിക്കുന്ന, ക്ലൈമാക്സിലും ആ പേര് പറയുന്ന സിനിമ അവസാനിക്കുന്നത് എവറിത്തിങ് ഇസ് എ ഡിലൂഷൻ മായ. ഇറ്റ്സ് റിയലി ഗുഡ് മാൻ, ഇറ്റ്സ് റിയലി ഗുഡ്. അഖിൽ സത്യൻ എഴുതി സംവിധാനം ചെയ്ത, നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ വന്ന നല്ലൊരു ഫീൽ ഗുഡ് ഹൊറർ കോമഡി മൂവി. എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മുടെ പൃഥ്വിരാജിന്റെയും നസ്രിയുടെയും കൂടെ എന്ന് പറഞ്ഞ മൂവിയുണ്ട്. എനിക്കൊന്ന് 2016 18 അങ്ങനെ റിലീസായ ഒരു മൂവിയാണ്. ആ മൂവി കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമ തുടങ്ങുന്നത് നല്ല പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകൾ കാണിച്ചു കേട്ടോ. ഒരില്ലം, അവിടുത്തെ കുറച്ച് കഥകളും, പിന്നെ നല്ല പാലക്കാടൻ വയലും ആ മലകളും, നല്ല അടിപൊളി സിനിമാറ്റോഗ്രാഫി. ഫസ്റ്റ് ഹാഫിൽ പിന്നെ നിറഞ്ഞാടുന്നത് അജുവിന്റെയും നിവിന്റെയും കോംബോ കേട്ടോ. ലാസ്റ്റ് ഇത്ര ഫൺ പാക്ക് ആയിട്ട് നിവിനെയും അജുവിനെയും കണ്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ലവ് ആക്ഷൻ ഡ്രാമയിലായിരിക്കും.